പാലക്കാട് നഗരമധ്യത്തിൽ 46-കാരിയെ യുവതിയെ കൊല്ലപ്പെട്ടത് അതിക്രൂരമായെന്ന് പോലീസ്. പ്രതി വണ്ടിത്താവളം മല്ലംകുളമ്പ് സ്വദേശി സുബ്ബയ്യന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൊല്ലപ്പെട്ട സ്ത്രീയുടെ ശരീരത്തിൽ 18 മുറിവുകളുണ്ട്. ലൈംഗികാതിക്രമത്തിനിടെ യുവതിയുടെ ചുണ്ടിലും കഴുത്തിലും രഹസ്യഭാഗത്തും ക്ഷതമേറ്റു. ശ്വാസം മുട്ടിച്ചാണ് പ്രതി യുവതിയെ കൊന്നതെന്നും പോലീസ് സ്ഥിരീകരിച്ചു. പാലക്കാട് നഗരമധ്യത്തിൽ നടന്ന കൊലപാതകത്തിലുണ്ടായത് അതിക്രൂര പീഡനശേഷം പ്രതി 46-കാരിയുടെ വാരിയെല്ല് തകർത്തു. നട്ടെല്ലിനും ക്ഷതമേൽപ്പിച്ചു. ചുണ്ടിലും കഴുത്തിലും രഹസ്യഭാഗത്തും ഉൾപ്പെടെ ശരീരത്തിൽ 18 മുറിവുകളുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലായിരുന്ന വണ്ടിത്താവളം മല്ലംകുളമ്പ് സ്വദേശി സുബ്ബയ്യന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. യുവതിയുടെ വസ്ത്രങ്ങൾ കീറിയ നിലയിലായിരുന്നു. നിലവിളി പുറത്തു കേൾക്കാതിരിക്കാൻ വായിൽ തോർത്ത് തിരുകി. പീഡനശ്രമം ചെറുത്ത യുവതിയെ സുബ്ബയ്യൻ മർദ്ദിച്ചും ശ്വാസം മുട്ടിച്ചും കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. Two witnesses also which have seen this accused dragging the victim on the roadside. And one more thing I want to add, this accused himself took the victim to the hospital in the auto, and there he lied that this victim is the wife of the accused. 30-ന് രാത്രി 9-ഓടെ സ്റ്റേഡിയം ബൈപ്പാസ് റോഡിലെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് യുവതിയെ സുബ്ബയ്യനാണ് ഓട്ടോയിൽ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. ഭാര്യയാണെന്നും അസുഖം കൂടി അവശനിലയിലാണെന്നും സുബ്ബയ്യൻ ഓട്ടോ ഡ്രൈവറെ ധരിപ്പിച്ചു. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും സ്ത്രീ മരിച്ചു. സംശയം തോന്നിയ ആശുപത്രി അധികൃതർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് സുബ്ബയ്യ കുറ്റം സമ്മതിച്ചത്. കൊലപാതകം ചെയ്യുമ്പോൾ ഇയാൾ മദ്യലഹരിയിലായിരുന്നു. പീഡന വിവരം പുറത്തറിയാതിരിക്കാനാണ് 46-കാരിയെ കൊലപ്പെടുത്തിയതെന്ന് പ്രതിയുടെ മൊഴി. നിരവധി ക്രിമിനൽ കേസുകളിലും പ്രതിയാണ് സുബ്ബയ്യ. 2023-ൽ ഭാര്യയെ ആക്രമിച്ചതിന് സുബ്ബയ്യനെതിരെ മീനാക്ഷിപുരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് ആശുപത്രി തല്ലി തകർത്ത കേസിലും ഇയാൾ പ്രതിയാണ്. ആക്രി കച്ചവടം നടത്തിയാണ് ഇയാൾ ജീവിച്ചിരുന്നത്. തെരുവിൽ അലഞ്ഞു നടന്ന 46-കാരിയെ ബലമായി പിടിച്ചുകൊണ്ടുപോകുന്നത് കണ്ട ദൃക്സാക്ഷികളും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു. പാലക്കാട് ASP രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ന്യൂസ് മലയാളം, പാലക്കാട്.